ഇതുപോലെ വെള്ളപ്പൊക്കം നിങ്ങളുടെ വണ്ടിയിൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ വണ്ടി പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓയിൽ കത്തുന്നതാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. നമ്മുടെ പിസ്റ്റൺ റിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ടർബോ ചാർജഡ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ വാൽവ് സീലിൽ നിന്നുള്ള ഓയിൽ ലീക്ക്, അതുമല്ലെങ്കിൽ ഹെഡ് ഗ്യാസ്കറ്റിൽ നിന്നുള്ള ഓയിൽ ലീക്കൊക്കെ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഡീസൽ വണ്ടിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ കത്തുമ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് ടർബോയിൽ നിന്നോ അല്ലെങ്കിൽ ഹെഡ് ഗ്യാസ്കറ്റിൽ നിന്നോ വാൽവ് സീലിൽ നിന്നോ പിസ്റ്റണിൽ നിന്നൊക്കെയുള്ള അതുകൊണ്ട് നമുക്കിങ്ങനെ വരാറുണ്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഡീസൽ പ്രോപ്പറായിട്ട് കത്താതെ വരുമ്പോഴാണ്. അപ്പോൾ ഡീസൽ പ്രോപ്പറായി കത്താതെ വരുമ്പോൾ കുറച്ചാണ് കത്താതെ വരുന്നതെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള സ്മോക്ക് ആയിരിക്കും വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കത്താതെ വരികയാണെങ്കിൽ വെള്ളപ്പുകയായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പുകയ്ക്ക് ഭയങ്കര ഡീസലിൻ്റെ പഞ്ചൻ്റ് സ്മെല്ലായിരിക്കും വരാറുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ ഇഞ്ചക്ടറിലേക്ക് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ ഇങ്ങനെ വരാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പിസ്റ്റൻ്റെ അകത്ത് കംപ്രഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ഡീസൽ കൂടുതൽ കത്താറുണ്ട്.